ഞാൻ അങ്ങനെ ചോദിക്കട്ടെ രാജബ്രഹ്മ, ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ ആളിനെ അറിയുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുക, അദ്ദേഹത്തിന്റെ പേരിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ആരോപണം നടത്താൻ പറ്റും? അദ്ദേഹം മരിച്ചു കഴിഞ്ഞു, നമുക്ക് അറിയില്ല. കോടതിയാണ് കണ്ടെത്തിയിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ 3.5 കോടി രൂപ പുറത്തുനിന്ന് പിരിച്ചിരിക്കുന്നു. പുറത്തു വന്നിരിക്കുന്നു. കാലത്ത് സംഭവിച്ചതായി ഇവരിപ്പോ പുതുതായി ഗവേഷണം കണ്ടെത്തിയിരിക്കുന്നത് വാജിവാഹനത്തിന്റെ അത് തന്ത്രിക്ക് കൊടുത്തു എന്നാണ്. വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തു, അത് തെറ്റാണെങ്കിൽ തെറ്റാണ്. അതിന്റെ അർത്ഥം വാജിവാഹനം എടുത്ത് തന്ത്രിക്ക് കൊടുത്തു, ഇതറിഞ്ഞപ്പോൾ തന്ത്രി പറഞ്ഞു എടുത്തോണ്ട് പൊക്കോളാൻ പറഞ്ഞു. ഈ തെറ്റേ നടന്നിട്ടുള്ളൂ. അല്ലാതെ എവര് പറയുന്നല്ലോ കൊടിമരം കോൺഗ്രസ് നേതാക്കന്മാരുടെ വീട്ടിൽ കൊണ്ടുപോയില്ല, ഇവർ സ്വർണം കൊണ്ടുപോയല്ലേ. ഇവരെ 15 കിലോ 30 കിലോ സ്വർണം അടിച്ചോണ്ട് പോയതുപോലെ വാജിവാഹനം ആര് കൊണ്ടുപോയി? ദേവപ്രശ്നത്തിന്റെ ബേസിൽ വന്നിരിക്കുന്നതാണ് കൊടിമരം. ആ ദേവപ്രശ്നമേ പൊളിയാണ്. ആ ദേവപ്രശ്നത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ആദ്യം പെയിന്റ് അടിച്ചു. ഇവർ കൊടിമരത്തിന്റെ മേളിലോട്ട് കേടാക്കാനായിട്ട് കാരണം കാണിക്കല്ലോ. ചെതിലെത്തിച്ച് എന്ന് പറഞ്ഞെങ്കിലും ഈ അവർ വരുമ്പോഴത്തേക്ക് ചെറുപള്ളി നാരായണ നമ്പൂരിയൊക്കെ പ്രശ്നം വെച്ച് വരുമ്പോൾ കേട് കാണണ്ടേ. ആ കേട് കാണിക്കാൻ വേണ്ടി ഇവർ ചെയ്ത പരിപാടി കൊടിമരം മൊത്തം സ്വർണ്ണ പെയിന്റ് അടിച്ച് അവർ വന്നപ്പോൾ പെയിന്റിങ്ങിനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതാണ് അവർ ഇതിലെഴുതി വെച്ചപ്പോൾ വേറെ പ്രത്യേക ലേപനം പൂശിയത് കൊണ്ട് പുതിയ കൊടിമരം പണിയണമെന്ന്. എത്രയാ കോടി അതിൻ്റെ വില? 4-5 കോടി രൂപ വിലയാണ്. 3 കോടി 20 ലക്ഷം രൂപ. അതിനോട് സംബന്ധിച്ച ഒരു ചോദ്യം ഞാൻ ഓർത്തിരുന്നതാണ്. മഹേഷ് പണിക്കർ പറഞ്ഞതിനോട് ഞാൻ ഇദ്ദേഹം CPM-ന്റെ മുൻ MLA ഉണ്ടല്ലോ, അദ്ദേഹം ഒരു കാര്യം പറയട്ടെ. ഈ ഗവൺമെന്റ് അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ദേവപ്രശ്നം അതിലൊരു അന്ധവിശ്വാസമായിട്ട് കൂട്ടിച്ചേർക്കാൻ തയ്യാറാണോ? അതിനുള്ള ധൈര്യം കൊണ്ടുവന്നിട്ടില്ലല്ലോ. കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ കൊണ്ടുവരുമോ? അങ്ങനെ തന്ത്രസംശയം ഈ പറഞ്ഞ സാറ് പറഞ്ഞ ഈ ഭരണഘടന എടുക്കുവാണെങ്കിൽ തന്ത്രസംശയം പറ്റത്തില്ല. തന്ത്രസംശയം അല്ല, തന്ത്രസംശയം പറ്റത്തില്ല. അതിനകത്ത് ഈ ഗവൺമെന്റിന്റെ നയം എല്ലാവരുടെയും താല്പര്യം ഭരണഘടനയുടെ എല്ലാ വശങ്ങളും എല്ലാ ഇതും ഈ പറഞ്ഞ നമ്മുടെ ഈ പറഞ്ഞ നിയമ ക്ഷേത്രങ്ങളുടെ എല്ലാ ആചാരങ്ങളിലും ഇതാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനയായിട്ട് യോജിച്ചു പോകത്തില്ല. ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടത് തന്ത്രസംശയം വെച്ചിട്ട് 10 പേർക്ക് ക്ഷേത്രത്തിൽ കയറാൻ പറ്റത്തില്ല. അറിയാമല്ലോ, നമ്മുടെ മറ്റ് ജാതിക്കാർക്ക് ആർക്കും കയറാൻ പറ്റത്തില്ല. നമ്മുടെ ശ്രീ തിരുനാളാണ് ഈ ക്ഷേത്രപ്രവേശന വിളംബരം എന്നും പറഞ്ഞ ഒരു വിളംബരം വന്നിട്ട് എല്ലാവർക്കും ക്ഷേത്രത്തിൽ കയറാൻ പോകുന്നത്. അത് ഈ തന്ത്രസംശയത്തിനെതിരാണ്.